ഷലോം. മെറീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. സഹോദരങ്ങളെ, എൻ്റെ ഒരു കാറ്റ് നോക്കണേ. ഇന്നത്തെ ദിവസം മുഴുവൻ നല്ല വൃത്തിയാണ്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എണ്ണീറ്റു. ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഡ്യൂട്ടിക്ക് വേണ്ടി പോകാൻ വേണ്ടി എഴുന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. നമ്മുടെ ട്രംപ് പറഞ്ഞു, എല്ലാവർക്കും സമാധാനം. ഖത്തറിൻ്റെ മൂട്ടിലോട്ട് ഇറാൻ വെടിവെച്ചപ്പോൾ ട്രംപിൻ്റെ മൂട്ടിലാണ് ആ വെടിവന്ന് വീണത്. കാരണം ഒരു ഫ്ലൈറ്റ് ദാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഖത്തർ കരഞ്ഞ കരച്ചിൽ ആർക്ക് പിടിച്ചില്ല, ട്രംപിന് സഹിച്ചില്ല. അപ്പോൾ ഉടനെ ട്രംപ് എല്ലാവരോടും സമാധാനം പറഞ്ഞിരിക്കുക. പക്ഷെ ഇസ്രായേല് അതിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തന്നെ. കാരണം അവർക്ക് അവരുടെ ഒരു ലക്ഷ്യമുണ്ട് ഇസ്രായേലിന്. അത് പൂർത്തീകരിക്കാതെ ഇസ്രായേൽ എന്ത് ചെയ്യത്തില്ല, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊള്ളുക. കേരളത്തിലെ മാധ്യമങ്ങളല്ലേ നിങ്ങൾ പറയുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതല്ലേ അപ്പുറവും പടച്ചു വിടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, ഇസ്രായേലിൽ നിന്നും ഒരു പെണ്ണെങ്ങാണ്ട് ജോർദാൻ വഴിക്ക് എങ്ങാണ്ട് കടന്ന് കേരളത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് സകല മാധ്യമങ്ങളും പോയി ബൈറ്റെടുക്കാൻ ചെന്നിട്ടുണ്ട്. അവരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങ് രൂക്ഷാന്തരീക്ഷമാണ്. നിങ്ങൾ രൂക്ഷാന്തരീക്ഷത്തിലേക്ക് ഇന്നലെ ലൈവിൽ കണ്ടതല്ലേ? അവിടുത്തെ ജനങ്ങളൊക്കെ എന്ത് ഇതായിട്ട് അവിടെ നടക്കുന്നു, പോകുന്നു, വണ്ടി വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുള്ള ടെലവീവിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ കാണിച്ചു തന്നാൽ പോലും മാധ്യമങ്ങൾക്ക് സുടുക്കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന ഫണ്ടിനിറക്കിക്കൊണ്ട് സംസാരിക്കുന്ന കോലം കെട്ടവരുടെ വാക്കുകൾക്കാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് അവർ എന്നും ഇവിടെയുള്ള ഒരു മനുഷ്യനും അസമാധാനം കൊണ്ട് ഇവിടുത്തെ ജനതയെ കൊണ്ടോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്നതിന്റെ പേരിൽ നമുക്ക് ആളപായം ഉണ്ടാകും, നമ്മുടെ ജീവന് ഭീഷണിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട കാര്യം വരത്തില്ല. ഇസ്രായേൽ കൊടുക്കുന്ന സുരക്ഷിതത്വം പോലെ ഒരു രാജ്യവും ഈ ലോകത്ത്. കാരണം ഇസ്രായേൽ നാലുപാടും ശത്രുക്കളുടെ മധ്യയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മറ്റു രാജ്യങ്ങളെ പോലെ, അമേരിക്കയെ പോലെ സേഫ് സോണിലോ യൂറോപ്യൻ കൺട്രികളെ പോലുള്ള ഒരു സേഫ് സോണിലോ ജീവിക്കുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത് നാലുപാടും ചുറ്റുക്കൾ, കൊതമത് എന്ന് പറയുന്ന ഒരു തള്ളാഹുവിന്റെ കുത്തുനബി ഉണ്ടാക്കിയിട്ടൊരു പുസ്തകത്തിന്റെ പേരിൽ എന്ത് ചെയ്യുക, ഒരു ജനത അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കമാണ് ഈ കാണുന്നത്. നിങ്ങൾ തള്ളാഹു എന്ന് പറയുന്നവൻ ഒരുത്തൻ ഉണ്ടാക്കി പടച്ചിട്ട ഒരു കൊതമതിനെ ഉണ്ടാക്കിയിട്ടിട്ട് അവനുണ്ടാക്കി 72 ഹൂറിമാരുടെ കൂടെ അവന് കൊതഭോഗം നടത്തണം. കാണുന്ന പെണ്ണുങ്ങളെല്ലാം ആരാണ്ടതിൻ്റെയൊക്കെ ഭർത്താക്കം ഭാര്യമാരുണ്ടോ വിധവം അവരെയൊക്കെ കൊല്ലണം. അവരുടെ ഭാര്യമാരെ മുഴുവൻ എന്ത് ചെയ്യണം, ഇവന് കൊതഭോഗം നടത്തണം. സ്വന്തം വളർത്തുമവന്റെ ഭാര്യയെ പോലും വെറുതെ വിടത്തില്ല. അവനെ കണ്ടാലും അവന് കൊതഭോഗം നടത്തണം. ഇങ്ങനെ ഒരു കൊതഭോഗ പ്രേമിക്ക് ഒരു കൊതഭോഗം നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു കോനാട്ട മതത്തിനകത്ത് ഇവൻ വലിയ കാര്യത്തോട് നുഴഞ്ഞു ചെന്നു. യഹൂദന്മാരോട് പോയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, പോടാ കാട്ടറബികളൊന്നും ഞങ്ങളുടെ പ്രവാചകന്മാരാകത്തില്ല. ഞങ്ങളുടെ പ്രവാചകന്മാർ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. ഒരു യഹൂദന് മാത്രമേ ഒരു പ്രവാചകനായിരിക്കാൻ, ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനായിരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് യഹൂദന്മാർ ഇവനെ ആട്ടി ഓടിച്ചതിന്റെ വൈരാഗ്യ ബുദ്ധി തീർത്തതാണ് ഈ കഴുത. ഈ കാട്ടറബി കൊതമത് നബി അതിന്റെ വൈരാഗ്യം തീർത്തുകൊണ്ട് അവന്റെ കൊതമത് നബി കുറെ സഹാബിമാരെ കൂട്ടിക്കൊണ്ട് അന്നത്തെ ആൾക്കാരുടെ, ഇന്നത്തെ ഇവന്മാരെ 72 കൂറിക്ക് വേണ്ടി ജാകാനും കൊല്ലാനും നടക്കുന്നവരാണെങ്കിൽ അന്നത്തെ കാട്ടറബി കാലഘട്ടത്തിലെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ഇന്നത്തെ ഐക്കൽ സെയ്ദിന്റെ ഭാര്യ ഇപ്പൊ ബംഗറിലാണെന്ന്, അവരുടെ കൊതം അങ്ങ് പൊളിഞ്ഞു കിടക്കുക. അതുകൊണ്ട് ബംഗറിനകത്ത് ഒളിച്ചിരിക്കുക. ആരെങ്കിലും പോയി രക്ഷപ്പെടുത്തി കൊടുക്കുമെന്ന്. ഐക്കൽ സെയ്ദ് കൂടുതൽ നേരം നീ ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ നീ പിന്നെ ബംഗറിൽ പോകത്തില്ല, വേറെ വല്ലയിടത്തും നീ പോകും. പറഞ്ഞ മനസ്സിലായോ? തള്ളാഹുവിന്റെ കാമാത്തിപ്പുരയിൽ ചിലവ് പറഞ്ഞു വിടും ഞാൻ. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കൂറിമാരത്ത് കൊണ്ട് കൊടുക്കാനുള്ള അണ്ടി കാണത്തില്ല. അത് വെട്ടിയെടുത്തിട്ട് വേണം അവിടെ ഞാൻ പറഞ്ഞു വിടുന്നത്. പിന്നെ കൂറിമാർക്കെല്ലാം നീ എന്ത് ചെയ്യേണ്ടി വരും? കൂറിമാരുടെ ബംഗറെല്ലാം കഴുകി കൊടുക്കേണ്ട ഗതികേട് നിനക്ക് വരും.
പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് പോ സൈദേ, ഓട് കണ്ടം വഴിക്ക്. ഏ ഏ മായ സ്വന്തം പ്രൊഫൈൽ ഇട്ട് വാ മായ, പ്ലീസ് ഓ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വാ. എന്നോട് സംസാരിക്കാൻ വേണ്ടി ഈ കൂതറകളെ മനുഷ്യന് വയ്യ. അതുകൊണ്ട് കാട്ടറബി കൊതമത് ഉണ്ടാക്കിയിട്ട് ഒരു കൊതമതിന്റെ പുസ്തകത്തിന്റെ കൂറ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായ പ്രിയ സഹോദരങ്ങളെ? 4 പാടും 4 ചുറ്റും മുഹമ്മദ് അമീൻ. ഓ ഉമ്മാന്റെ കൊതം വാങ്ങാൻ ആളില്ലേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഉമ്മാന്റെ കൊതം വാങ്ങാൻ ആളില്ലെന്ന് പറഞ്ഞ്. കാരണം വെടിവെച്ച് ഉമ്മയുടെ കൊതം പൊളിഞ്ഞു കിടന്നാൽ പിന്നെ എങ്ങനെയാണ് ഉമ്മാന്റെ കൊതം മേടിക്കാൻ ആളുകൾ വരുന്നത്? മുഹമ്മദ് അമീനെ. ആയിഷയുടെ കൊതം ഉണ്ട്, വേണോ? ആയിഷയുടെയും ആമിന ഉമ്മയുടെയും കൊതം ഉണ്ട്. ആയിഷ ഉമ്മയുടെയും ആമിന ഉമ്മേന്റെയും കൊതം എഴുപ്പുണ്ട്, വേണോ? അത് വേണോ? അതിവിടെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അത് കൊണ്ടുവന്ന് എന്ത് ചെയ്യാം? കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. അത് രണ്ടും എടുത്തോണ്ട് പോയി പോകുന്നെങ്കിൽ പോയിക്കോ. ഉമ്മാന്റെ കൊതത്തിന്റെ കച്ചവടം ഇവിടെ നടത്തിയാൽ നടക്കുമെന്ന് തോന്നുന്നു. നീ ആയിഷയുടെ കൊതം കൊണ്ട് ഇവിടെ വെച്ച് കച്ചവടം ചെയ്ത് നോക്കിയേ. ചൂടപ്പം പോലും നിന്റെ കൂട്ടരെ ഞാൻ എടുത്തോണ്ട് പോകും. മുഹമ്മദ് അമീനെ, കൂട്ടത്തിൽ നിന്റെ ആമിനത്ത് അത്രയും കൊതവും കൂടി കൊണ്ടുവച്ചോ, രണ്ടുപേരുടെയും കൂടി കൊണ്ടുവച്ചോ. ചൂടപ്പം പോലെ ഇപ്പൊ വിറ്റഴിഞ്ഞു പോകും ഇവിടുന്ന്. മനസ്സിലായോ? സിദ്ദിഖ് പണക്കൽ, ഇറാൻ എന്താന്ന് മനസ്സിലായി. സിദ്ദിഖ് പണക്കലേ, ഇറാൻ എന്ത് മനസ്സിലായി? ഇപ്പം ലോകത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായില്ല ഇറാൻ എന്താന്ന് പറഞ്ഞിട്ട്. കൂട്ട നിലവിളി അവിടെ നടക്കുന്നുണ്ട്, ബംഗറിനകത്ത് ഇരുന്നുണ്ട് കൊമേനി. അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇറാൻ എന്താന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ കൂടുതൽ കരയാതെ, കൊമേനിക്ക് വേണ്ടി നീ കൂടുതൽ ഇവിടെ കരയാതെ ഓട് കണ്ടം വഴിക്ക്. ഷാജി മുഹമ്മദ് കുഞ്ഞ്. അപ്പം അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിൽക്കുന്നത് പോലും 4 പാടും കൊതം വീർപ്പിക്കുന്ന ആളുകളുടെ ഇടയിലായി ഇസ്രായേൽ നിൽക്കുന്നത്. അപ്പൊ ഇവൻ കൊതമത് നബി എന്ന് പറയുന്ന തള്ളാഹുവിന്റെ മോന്, ഇവൻ തള്ളാഹുവിന്റെ ബീബിനു ദേവസ്യ. ഇത്തിരി സഫ്യമായി പറയൂ പ്ലീസ്. ആണോ? എന്നോട് സഭ്യമായി പറഞ്ഞു നോക്കൂ, ഞാൻ സഭ്യമായി പറഞ്ഞു തരാം. വേലത്തരവും കാണിച്ച് എന്നോട് വന്നാൽ നിന്റെ ഭാര്യയോ അല്ലേ ഇപ്പം കൊതം ചോദിച്ചാൽ കൊടുക്കുമായിരിക്കും. നിന്റെ ഭാര്യ 10 പേരൊന്ന് പൂറിയെന്നും കീറിയെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ ഭാര്യയുടെ കൊതം തിരിച്ചു വെച്ച് കൊടുത്തിട്ട് അതെന്ത് ചെയ്യുമായിരിക്കും? എണ്ണയും തേച്ച് ക്രെഡിയാക്കി നിർത്തുമായിരിക്കും. ബീബിനു ദേവസ്യ റീനെ അതിന് കിട്ടത്തില്ല, വിവരം കെട്ടവനെ. അതും കൂടി മനസ്സിലാക്കിക്കോ. ഷാജി പായിക്കരൻ, എന്നോട്ടാ തൂറാൻ തുടങ്ങിയെന്ന് വെച്ചാൽ നിന്റെ അമ്മയുടെ കൊതത്തിനകത്തോട്ട് ഇറാൻ മിസൈൽ കയറ്റാൻ തുടങ്ങി അന്ന് മുതൽ. ഷാജി പായിക്കരനെ, നിന്റെ അമ്മയുടെ കൊതത്തിനകത്തോട്ട് ഇസ്രായേൽ മിസൈൽ കയറ്റി വിട്ടില്ലേ, അന്ന് തൊട്ട് തൂറാൻ തുടങ്ങി. പറഞ്ഞ മനസ്സിലായോ? നിന്റെ അമ്മയുടെ പകരം ഇപ്പൊ ഞാനാ തൂറിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ അമ്മയുടെ കൊതത്തിനകത്ത് ഇപ്പൊ തൂറാൻ പറ്റത്തില്ലെന്ന് ഷാജി പായിക്കരൻ. മനസ്സിലായോടാ? നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ തൂറാൻ പറ്റാത്തത് കൊണ്ട് നിന്റെ അമ്മ പറഞ്ഞു, റീന എനിക്ക് തൂറാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഈ തൂറാന്റെ മക്കളെ നീ ഒന്ന് തൂറി ഓടിപ്പിക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് അന്ന് തൊട്ടാ തുടങ്ങിയത്. മനസ്സിലായോ? എന്നാ ഓടിച്ചെല്ല്. നിന്റെ അമ്മയുടെ കുണ്ടിക്കകത്തൂടിയുള്ള തീട്ട ഇപ്പൊ പുറത്തേക്ക് പോകാൻ വഴിയില്ലാണ്ട് വായിക്കകത്തൂടി ഛർദ്ദിച്ചോണ്ടിരിക്കുക ഷാജി പായിക്കരൻ. അവന്റെ അമ്മയുടെ കുണ്ടിക്കകത്തുള്ള തീട്ടം വായിൽ കൂടെ ഛർദ്ദിക്കുന്നോണ്ട് അവിടെ മൊത്തം തീട്ടമായിട്ട് കിടക്കുക. നീ പോയി കഴുകി വൃത്തിയാക്കി ഇവിടെ കിടന്ന് മെഴുകാതെ. ഇല്ലെങ്കിൽ നീ ഇവിടെ തീട്ടത്തിൽ കിടന്ന് കുളിച്ചെഴുന്നേറ്റ് പോകും കേട്ടോ. ഇവിടെ കിടന്ന് പിന്നെ കുളിച്ച് എഴുന്നേറ്റ് അങ്ങ് പോകേണ്ടി വരും. റഹൂഫ് ഹസൻ പൂഴിക്കൽ. റഹൂഫ് ഹസൻ പൂഴിക്കലിന്റെ ഉമ്മ മലപ്പുറത്തെ പക്ക വെടിയാണെന്നാണ് നാട്ടിലെ സംസാരം. അതിനെന്താ, നിന്റെ ഉമ്മ പക്ക വെടിയാണെന്ന് നാട്ടിൽ മാത്രമല്ല ലോകത്തിലെല്ലാവർക്കും മനസ്സിലാകും. റഹൂഫ് ഹസൻ പൂഴിക്കൽ, മനസ്സിലായോ? റഹൂഫ് ഹസൻ പൂഴിക്കലിന്റെ ഉമ്മ
വെടിയാണെന്ന്. ഇപ്പൊ കാന്തപുരത്തിന് വെടിവെക്കാൻ പോയിക്കൊണ്ടിരിക്കുക ഉമ്മ. തിരക്കേറിയ പണിയില ഉമ്മ. റഹൂഫ് ഹസൻ പൂഴിക്കലിന്റെ ഉമ്മ. സഹോദരങ്ങളെ, റഹൂഫ് ഹസൻ പൂഴിക്കലിന്റെ ഉമ്മ പക്കാ വെടി എന്നാണ് നാട്ടിലെ ഒരു സംസാരം. ആ വെടിയുമ്മയുടെക്ക് ഉണ്ടായ വെടിവെപ്പുകാരനായ നീ ആയതുകൊണ്ടാണല്ലോ കൊതമത് നബിയുടെ സ്വഭാവം നിനക്കും ഉണ്ടായത്. റഹൂഫെ, ആമിനത്താത്തയെ ഒരു വെടിവെപ്പുകാരിയാ. നിങ്ങളുടെ കൂട്ടക്കുടുംബങ്ങളെല്ലാം വെടിവെപ്പുകാരാണല്ലോ. എന്തുവാ, മുത്തലിബ്, ആമിനയുടെ അമ്മായി അപ്പൻ മുത്തലിബും ആമിനയുടെ ഭർത്താവ് എന്നറിയപ്പെടുന്ന അബ്ദുള്ളയും രണ്ടുപേരും പെണ്ണ് കാണാൻ പോയി. ആരെയാ പെണ്ണ് കാണാൻ പോയത്? അബ്ദുള്ള പെണ്ണ് കാണാൻ പോയത് അബ്ദുള്ള പെണ്ണ് കാണാൻ പോയത് ആമിനത്താത്തയും, മുത്തലിബ് പെണ്ണ് കാണാൻ പോയത് ആമിനയുടെ ചേച്ചിയെയും. ഇവർ രണ്ടുപേരും പെണ്ണ് കാണാൻ പോയി. പെണ്ണും കണ്ടു, കല്യാണവും കഴിച്ചു. അവസാനം അബ്ദുള്ള 6-ാം മാസത്തിൽ മരിച്ചുപോയി. പിന്നെ ഉണ്ടായിരുന്ന മുത്തലിബ് കല്യാണം കഴിച്ചിരിക്കുന്ന ആരെ? ആമിനയുടെ ചേച്ചിയാ കല്യാണം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ മുത്തലിബിന് ഒരു കുഞ്ഞുണ്ടായി, ഹംസ എന്നാ പേര്. ഈ ഹംസയ്ക്ക് 4 വർഷങ്ങൾക്ക് ശേഷം ആരുണ്ടായത്? ആമിനത്താത്ത ഈ കൊതമത് എന്നവനെ വിശ്രമിച്ചിട്ട് നിന്റെ കേട്ടടാ. റഹൂഫ് ഹസൻ പൂഴിക്കൽ നിന്റെ ആമിനത്താത്ത പറവടിയായ എങ്ങനെയാണെന്നുള്ള കഥയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കൊതമത് അബ്ദുള്ള മരിച്ച് 6 മാസത്തിൽ മരിച്ചുപോയി. പക്ഷെ ആമിനത്താത്തയുടെ ചേച്ചി മുത്തലിബില് ഹംസയെ പ്രസവിച്ചിട്ടു. ഹംസയെക്കാളും 4 വയസ്സിന് ശേഷമാണ്, 4 വർഷങ്ങൾക്ക് ശേഷമാണ് നിന്റെ കൊതമതിന് പ്രസവിച്ചിടുന്നത്. അതുകൊണ്ട് കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് പേര് മറന്നു. വെടിയായതുകൊണ്ട് ആമിനത്താത്ത പറന്ന് വെടിവെച്ച് ഏതവനാ തന്തേന്ന് പോലും അറിയാത്തത് കൊണ്ടാണ് കുന്നിൻ ചെരുവിലെ ഈന്തപ്പന നിന്റെ കൊതമതിന് പേര് വന്നത്. അങ്ങനെ മുക്കാൽ പറവടിയായ നിന്റെ ആമിനത്താത്തയെ കുറിച്ച് കഥ പറയാനാണോ ഇതിലോട്ട് കയറി വന്നത്? അതിനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ പറവടിയായ ആമിനത്താത്തയുടെ കഥ വീണ്ടും പറയാം. ഡോണ്ട് വറിയടാ. നിനക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ കഥകളൊക്കെ ചോദിച്ചോളൂ. ഡോണ്ട് വറി. നിങ്ങളുടെ ചരിത്രം പൂർണ്ണമായും പഠിപ്പിച്ചു തരാൻ ഞാനിവിടെ റെഡിയാ. മനസ്സിലായോ? പറഞ്ഞ പിടികിട്ടിയോ? അപ്പൊ ഓട് കണ്ടം വഴിക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറി കയറുന്നത് സൂര്യ കുന്നു കൊതമതോ. അവന്റെ പേര് കൊതമതെന്നല്ലാതെ മുഹമ്മദെന്നല്ല. സീരിയസ്ലി ഞാൻ കള്ളത്തരമല്ല പറയുന്നത്. തങ്കം ചക്കര തങ്കം I go down. Mami es por la que Kahana Anka Vakshni Beseda kola kawo Toda ബ്രിങ്ടൺ ജാസി തീട്ടോന്ന് തൂറാന്റെ കഥയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീട്ടം അല്ലാണ്ട് പിന്നെ വേറെന്തിന്റെ കഥയാ പറഞ്ഞത്? കൊതമത് പോയ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ കൂറികളെല്ലാം കൈകൊട്ടി പാടി കോയാ മുക്കിത്തൂറ് 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 കോയാ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്. അങ്ങനെ കോയാ മുക്കിത്തൂറിയ തീട്ടമാണ് തൂറാൻ. അതിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രിങ്ടൺ കൊലക്കാവോ. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും. ഇത്ര വേഗത്തിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെ ഗ്രഹിച്ചെടുക്കുന്നു പ്രിയ സഹോദരങ്ങളെ? ഞാനൊരു കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തീട്ടം തന്നെയാണ് മോനെ. ആ തീട്ടത്തിന്റെ കഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തൂറാൻ ഉണ്ടായത് എന്നുള്ള കഥ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി നിനക്ക് വേണ്ടി ഞാൻ ആ പാടിത്തരട്ടെ. എൻ്റെ സഹോദരങ്ങളെ, അവന് പിടികിട്ടി. എന്തുവാ? ബ്രിങ്ടൺ ജാസിക്ക് പിടികിട്ടി. കൊതമത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ കൂറികളെല്ലാം കൈകൊട്ടി പാടി കോയാ മുക്കിത്തൂറ് 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 കോയാ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്. അങ്ങനെ കൊതമത് പോയ മുക്കിത്തൂറി എറിഞ്ഞതാണ് ഈ തൂറാൻ എന്ന് പറയുന്ന തീട്ടം. അതിന്റെ ഗുണമാണ് ലോകത്ത് മുഴുവനും കറങ്ങി നടന്ന് യഹൂദനെ എങ്ങനെ തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഥ തീട്ടുന്നത്. കേരളത്തിലെ തീട്ടങ്ങൾക്ക് പോലും അതിന്റെ എഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ് രസം.
ബിഹൈൻഡ്. കേരളത്തിലെ തീർത്ഥങ്ങൾക്ക് പോലും നല്ലൊരു സ്ഥലം കിട്ടി. മനസ്സിലായോ? അനീഷ് ഇതെന്ത് ഭാഷയെന്നോ? ഇത് തൂറാന്റെ ഭാഷ. ഇത് തൂറാന്റെ ഭാഷയാ പ്രിയ സഹോദരങ്ങളെ. അറിയത്തില്ലേ ഇതെന്ത് ഭാഷയെന്ന് ചോദിച്ചു കഴിഞ്ഞാ? നാദിർ ഷാ ബിൻ, എടാ അത് പറയണമെങ്കിൽ നാദിർ ഷാ ബിൻ ബാറുദ്ദീൻ സ്വന്തം പ്രൊഫൈൽ ഇട്ട് വന്ന് പറ. സ്വന്തം പ്രൊഫൈലിൽ വന്ന് സംസാരിക്കും നാദിർ ഷാ ബിൻ. ടോമച്ചൻ മാത്യു ഡോണ്ട് യാൻ, നിങ്ങൾ വരൂ, സ്വന്തം പ്രൊഫൈലുകളിൽ വന്ന് സംസാരിക്കും. ഇങ്ങനെ ഫേക്ക് പ്രൊഫൈലുകളിൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. ചാലഞ്ചേഴ്സ് ഡോണ്ട് ഡു. സ്വന്തം പ്രൊഫൈലില്ലാത്തവർക്ക് ഇവിടെ കമന്റിടാനുള്ള അവസ്ഥയില്ല. ഓക്കെ, ഓക്കെ. അപ്പം കൊതമുദ് നബിയുടെ കഥ ഇങ്ങനെയാണ് ഉണ്ടായത്. ജാൻസി ആന്റണി, ഐ വാസ് എ ട്രൂ ഫാൻ ഓഫ് യുവർ ബാഗ്. അയ്യോ, എനിക്കങ്ങനെ നീ ഒന്നും ട്രൂ ഫാൻ ഒന്നും ഉണ്ടാക്കണ്ട. മനസ്സിലായോ? നിങ്ങൾ ആരും എനിക്കിങ്ങനെ ഒരു ട്രൂ ഫാനേ ഉണ്ടാക്കി തരണ്ട. ഓൾറെഡി എനിക്കിവിടെ ഒരു ഫാനുണ്ട് വീട്ടിൽ. ഞാൻ ആ ഫാനിൽ കറങ്ങുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ട്രൂ ഫാൻ എന്ത് ചെയ്യണ്ട. നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങോട്ട് ഉണ്ടാക്കി തരണ്ട. പറഞ്ഞ കിട്ടിയോ? ശ്രീകുമാർ ഡോണ്ട് യാ, സ്വന്തം പ്രൊഫൈലിൽ വന്ന് കമന്റ് ഇട്ടു. ഡോണ്ട് വറി, നിങ്ങൾക്കുള്ള മറുപടികളൊക്കെ ഞാൻ തന്നുകൊണ്ടേയിരിക്കാം. സ്വന്തം പ്രൊഫൈലിൽ വന്ന് കമന്റ് ഇട്ട് നിങ്ങൾക്കുള്ള മറുപടികളൊക്കെ സമയത്തിന് ഞാൻ തരാം. അഷ്റഫ് MP, നിന്റെയൊക്കെ ഈ സംസാരം കൊണ്ട ഇസ്രായേൽ ഈ രൂപത്തിൽ ഖുർആൻ ഉണ്ടാക്കിയതിന് അത് സംരക്ഷിക്കാൻ ഖുർആൻ ഉണ്ടാക്കിയതിനെ സംരക്ഷിച്ചത് കൊണ്ടാണ് തല്ല എന്ന് കണ്ടപടി കൂടിക്കൊണ്ടിരിക്കുന്നത്. അഷ്റഫെ, മനസ്സിലായോ? ഖുർആൻ ഉണ്ടാക്കിയത് അത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഖുർആൻ ഉണ്ടാക്കിയതല്ലോ സംരക്ഷിക്കുന്നത്. ഖുർആനെ സംരക്ഷിക്കുന്ന മൊത്തം നിങ്ങളാണല്ലോ. ഓടി നടന്ന് തൂറിയാണല്ലോ സംരക്ഷിക്കുന്നത്. ഖുർആൻ ഉണ്ടാക്കിയതിനാണോ ഇപ്പൊ ഖുർആനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഖുർആനെ സംരക്ഷിക്കുന്നത് മുഴുവനും നിങ്ങൾ ഓടി നടന്ന് തൂറിയാണ് സംരക്ഷിക്കുന്നത്. നാട്ടിലുള്ളവരെ കൊല്ലണം, കഴുത്തിറക്കണം. ഖുർആൻ ഉണ്ടാക്കിയവൻ അന്ന് ഉണ്ടാക്കി വെച്ചു, കാമാത്തിപുര തരാമെന്ന് വാഗ്ദാനം ചെയ്തു. 72 കൂടിമാണ് തരാം. നാട്ടിലുള്ളവരെയൊക്കെ നിങ്ങൾ കൊന്നു തന്നാൽ മതി. മനസ്സിലായോ? ഖുർആൻ ഉണ്ടാക്കുന്നവൻ സംരക്ഷിച്ചുകൊണ്ടിരുന്നവിടെ. ഖുർആൻ ഉണ്ടാക്കുന്നവൻ സംരക്ഷിച്ചെങ്കിൽ പിന്നെ എന്തിനാടാ ഈ പൊതുമതത്തെ രക്ഷിക്കാൻ നീയൊക്കെ കൂടി നടന്ന് വെടിവെക്കുന്നത്? കേട്ടോ, പൊതുമതത്തെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്ന് വെടിവെക്കുക ചെറ്റകള്. മലായി സിദ്ദിഖ്, ബൈബിളിനെ കുറിച്ച് സംശയം ചോദിച്ചാൽ പറയൂ. സൗകര്യമില്ല പറയാനായിട്ട്. നിന്നോട് തന്നെ ഞാൻ ബൈബിളിനെ കുറിച്ച് സംശയം പറയേണ്ടത്. നീ ആരാടാ ബൈബിൾ പഠിക്കാനായിട്ട്? പോയി തൂറാൻ പഠിക്കിച്ചല്ലേ. മനസ്സിലായോ? നീ ബൈബിളിനെ കുറിച്ച് ഇങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി വരണം. നീ പോയി ഒരു തൂറാനിരുന്ന് പഠിക്കും. അതായിരിക്കും നിനക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. മനസ്സിലായോ?
റെസ്പെക്ട് ഓൾ റിലീജിയൻ മാഡം. ഒരു മിനിറ്റ്, നമ്മുടെ ജുബിൻ മാത്യുവിന് റെസ്പെക്ട് ചെയ്യണമെന്ന്. ഓൾ റിലീജിയൻസ് ഹാവ് ഹിസ് ഓൺ വാല്യൂസ്. ജുബിൻ മാത്യു, അയ്യോ ദേ നിന്റെ ഭാര്യയുടെ കൊതം ചോദിക്കുന്നുണ്ട് കൊതമതിന്റെ ആൾക്കാർ മുഴുവനും. നീ ഒരു കാര്യം ചെയ്യും, ആ കൊതം ഒന്ന് തുറന്നു വെച്ചിട്ട് അതിനകത്ത് കുറെ എണ്ണയും തിരിച്ച് കാത്തിരിക്കുക. നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്തോട്ട് അവന്മാരുടെ മിസൈൽ കയറാൻ വേണ്ടിയിട്ട് ജുബിൻ മാത്യു. അപ്പൊ നിനക്ക് കൂടുതൽ റെസ്പെക്ട് തോന്നും. മനസ്സിലായോ? ജുബിൻ മാത്യുവിന്റെ ഭാര്യയുടെ കൊതമതിന്റെ ആൾക്കാരെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഭാര്യയുടെ കൊതം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അതിനകത്ത് കുറെ എണ്ണയും തേച്ച് വെച്ച് അവന്മാരെ വെൽക്കം ചെയ്ത് മുലകുടി സഹോദരനാക്ക്. കൊതം മാത്രം തുറന്നു വെക്കേണ്ട, മുലയും കൂടി തുറന്നു വെച്ച് കൊടുക്കാം ഭാര്യയുടെ. അപ്പൊ നിനക്കൊരു മുലകുടി സഹോദരനെയും കിട്ടിയത് കണക്കായി, നിന്റെ ഭാര്യയുടെ കടിയും തീർന്ന കണക്കായി. അപ്പൊ നിനക്ക് റെസ്പെക്ട് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയും. അവൻ റെസ്പെക്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുക. പോടാ വിവരം കെട്ടവന്മാർ. റെസ്പെക്ട് കൊടുക്കേണ്ടവന് മാത്രം കൊടുക്കാനുള്ള, അല്ലാതെ കണ്ട ഖുർആന്റെ മക്കൾക്ക് എല്ലാം റെസ്പെക്ട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഒരിടത്തും. മനസ്സിലായോ? ഖുർആന്റെ മക്കൾക്ക് റെസ്പെക്ട് കൊടുക്കാൻ അങ്ങ് ഇറങ്ങിയിരിക്കുക വിവരം കെട്ടന്മാര്. നീലിമ ജോണ്, അയ്യോ കഷ്ടം. ഫേക്ക് ഐഡിയിലൊക്കെ വന്നിരിക്കുന്ന എന്തൊക്കെ പേരിട്ടിട്ടാണ് നോക്കിക്കൊള്ളണേ. നീലിമ ജോണ്, സിറാജ് നാറി എന്ന് പറയുന്നത് ആയിഷയാണ്. നാറി കിടക്കുക. സഫാന്റെ കൂടെ ഓടിയതിന് കൊതമതിരിക്കുമ്പത്തിന് സഫാന്റെ കൂടെ എന്ത് ചെയ്തു? സിറാജെ നാറിയത് ആയിഷയാണ്. കൊതമതിരിക്കുന്നപ്പോഴും സഫാന്റെ കൂടെ ഓടിയതിന് അവിടെ സഹാബിമാരുടെ ഇടയിലെല്ലാം ഭയങ്കര നാറ്റക്കേസായിരുന്നു. ഈ കൊതമതിരുന്നിട്ടും അവള് സഫാന്റെ കൂടെ ഓടിയതിന്. മനസ്സിലായോ? അതുകൊണ്ട് നാറിയ കഥ അത് കൊതമതിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് മുഴുവനും ചുറ്റും യുവമാരുടെ എല്ലാവരുടെയും വ്യക്തമായ പേരുകൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിക്കും കൊതമത് എന്ന് ഞാൻ ഇവനെ വിളിക്കുന്നുണ്ടെങ്കിൽ മോഹൻജി MG, അയ്യോ അവന് നാറ്റം എടുക്കുന്നെന്ന്. അത് നിന്റെ ഭാര്യ ഫോട്ടോയ്ക്കകത്ത് ഇരിക്കുന്നില്ലേടാ. അവളുടെ കൊതത്തിനകത്തോട്ട് ഇറാൻ മിസൈൽ അടിച്ചപ്പോ കൊതം പൊട്ടിത്തെറിച്ചു. ഇപ്പൊ നിന്റെ ഭാര്യ തൂറിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും വായു വഴിക്കാ. അപ്പൊ പിന്നെ അവള് വായു വഴിക്ക് തൂറുമ്പോ മൊത്തം തെറിച്ച് വീട്ടിനകത്തൊക്കെ വീഴുമ്പോ പിന്നെ നാറ്റം വരാതെ. അതുകൊണ്ട് അവളുടെ പൊട്ടിത്തെറിച്ച കൊതം കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് മോഹൻജി MG അതൊന്ന് റെഡിയാക്കാനുള്ള വഴി നോക്ക്. മനസ്സിലായോ? അവിടെ പൊട്ടിത്തെറിച്ച കൊതം ഒന്ന് പോയി റിപ്പയർ ആക്കി കൊണ്ടുപോവാ. അപ്പോഴേക്കും നിനക്ക് ശരിയായിക്കോളും, സമാധാനമായിക്കോളും. മനസ്സിലായോ? ജാൻസി ആന്റണി, why give any importance to such worthless people? നിന്നെപ്പോലുള്ള വെർത്ത്ലെസ് പീപ്പിളിനൊക്കെ സമയങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ഇവിടെ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? ജാൻസി ആന്റണി, നിന്നോട്ടുള്ള പോലുള്ള വെർത്ത്ലെസ് പീപ്പിളിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഇന്ന് ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന വെർത്ത്ലെസ് പീപ്പിളാ. അല്ലാതെ ഉപകാരമുള്ളവനും മറ്റുള്ളവരെ സഹായിക്കുന്നവനും സമാധാനത്തോടെ ജീവിക്കുന്നവനുമല്ല ഇന്ന് ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇന്ന് ലോകത്തെ മുഴുവനെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും വെർത്ത്ലെസ് പീപ്പിൾ എന്ന് പറയുന്ന കൊതമതിന്റെ ആൾക്കാരും നിന്നെപ്പോലുള്ള കുറെ കൂതറകളുവാ ഈ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ലോകത്തെ ഇങ്ങനെ കീഴടക്കാൻ നടക്കുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാം നിങ്ങളുടെ മൂട്ടിലെ താഴെ പേടിച്ച് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ അങ്ങ് വലിയ ആൾക്കാരായിട്ട് അങ്ങ് ചമഞ്ഞങ്ങ് നടക്കും. മനസ്സിലായോ? ബെർത്ത്ലെസ് പീപ്പിളായ നിങ്ങളൊക്കെ വലിയ ആളുകളായിട്ട് ചമഞ്ഞ് നടക്കും. എന്തിനാ നിങ്ങൾ ബെർത്ത്ലെസ് പീപ്പിളായ നിങ്ങളെ ചമയാൻ ഞാൻ വീഴണം? അതിനുണ്ടല്ലോ തിരിച്ചു വെച്ചിട്ട് കൊതം നോക്കി ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടിയാലുണ്ടല്ലോ കൊതം പൊളിഞ്ഞു പോയി കിടക്കണം. അതാ ചെയ്യേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ. കൊതമതെന്ന് ഞാൻ പേര് വിളിച്ചത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. കൊതമത് എന്നുള്ള വെറും കേവലം ഒരു തമാശയ്ക്കോ കളിയാക്കിയോ വിളിക്കുന്ന വിളിയല്ല. ആക്ച്വലി അത് ഒറിജിനൽ നെയിമാണ് കൊതമത് എന്ന് പറയുന്നത്. ഒറിജിനൽ നെയിമാണ് പ്രിയ സഹോദരങ്ങളെ. കാരണം ഈ നിങ്ങളുടെ ഈ പ്രവാചകൻ എന്ന് പറയുന്നത്, ഇവരുടെ പ്രവാചകൻ കുത്തുനബി ജനിച്ചപ്പോൾ അവന് മുത്തലിവിട്ട പേര് കൊതം എന്നായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ കയറി സെർച്ച് ചെയ്യുക. കൊതമത് ഇവിടെ എന്തുവാ കുത്തുനബി മുഹമ്മദ് കോയയുടെ പേരെന്താണെന്ന് പറഞ്ഞ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അവരുടെ എന്താ പറയുന്ന ഉസ്താദുമാരോടും ചോദിച്ചാൽ അറിയാം. മുത്തലിബ് ആദ്യം കൊടുത്ത പേര് കൊതം എന്നായിരുന്നു. ആമിനത്താത്തയ്ക്ക് ഇത് മനസ്സിലായി. കേരളക്കരയില് ഈ കൊതത്തിന് വേറെ അർത്ഥമുണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എണ്ണപ്രയോഗം നടത്താൻ പോകുന്നത് ഈ കൊതത്തിലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആമിനത്താത്തയാണ് പിന്നീട് കൊതം എന്നുള്ള പേര് മാറ്റിയിട്ട് മുഹമ്മദ് എന്നുള്ള പേരിട്ടത്. അപ്പോൾ എനിക്ക് ആ കൊതം എന്നുള്ള പേരായി എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊതമത് നബി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? കാരണം ആ മുത്തലിബ് കൊടുത്ത പേര് തന്നെയാണ് ബെറ്റർ, നല്ല പേര്, അറിഞ്ഞിട്ടാ കൊടുത്തത്. കൊതം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പാകിസ്ഥാനിൽ തന്നെ നടക്കുന്നുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, കൊതം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ജോസഫ് ടിമ്മി കുരിശുപറമ്പില്. ജോസഫ് ടിമ്മി കുരിശുപറമ്പിലിന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ കൊതം കൃഷിയാണെന്നാ പറയുന്ന കേൾക്കുന്നത്. മനസ്സിലായോ? സാജിർ മുഹമ്മദ് കൊതം വിട്ട് ഒരു പണിയുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതമതിന്റെ മക്കൾ മുഴുവനാണല്ലോ എന്റെ പേജിനകത്ത് വന്ന് കിടക്കുന്നത്. സാജിർ മുഹമ്മദേ, പറഞ്ഞ മനസ്സിലായോ? കൊതമതിന്റെ മക്കൾ മുഴുവനും ഇവിടെ വന്ന് കിടക്കുന്നത് മുഴുവനും. പിന്നെ ഇസ്രായേലിലെ എന്തുവാ ജൂതന്മാരുടെ കൊതം കഴുകുന്നുണ്ടെങ്കിൽ എന്തുവാ ജൂതന്മാരുടെ കൊതം റേറാടാ കൂതറയ്ക്കുണ്ടായവനെ. അല്ല നിന്റെയൊക്കെ തൂറിക്കിടക്കുന്ന കൊതം പോലത്തെ കൊതമല്ല ഇസ്രായേലിലെ ജൂതന്മാരുടെ കൊതം. ഇസ്രായേലിലെ ജൂതന്മാരുടെ തീട്ടം വരെ അരിച്ചു പിറക്കി അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാക്കി തൂറാൻ നടക്കുന്നവന്മാരല്ലേ നീയൊക്കെ. എടാ കൊതമതിന്റെ മക്കളെ, ഇസ്രായേലിലെ ജൂതന്മാരുടെ കൊതം കഴുകുന്നുണ്ടെങ്കിലും അതിനും വേണം ഒരു ഭാഗ്യം. കാരണം ഈ ലോകത്തെ ഒരു ജനത എന്ന് പറയുന്നത് നീയൊക്കെ കണ്ട് അസൂയ മൂത്ത് പേടിച്ചു വരണ്ട് റെയറായിട്ട് കിട്ടുന്ന പീസാടാ കഴിവേറി മക്കളെ ഇസ്രായേലിലെ ജൂതന്മാരെന്ന് പറയുന്നത്. അവരുടെ കൊതവേ കഴുകാൻ അവരുടെ ഭാര്യമാരിവിടെ ഉണ്ട്. അല്ല നിന്നെപ്പോലെ ഓടി നടന്ന് പറവടി അടക്കുന്ന ആയിഷയും ആമിനത്താത്തയും കറങ്ങി നടന്ന് കൊതമതിന്റെ കൊതം കഴുകിയ കഥയല്ല. മനസ്സിലായോ? നിന്നെപ്പോലെ നിന്റെ ഉമ്മമാര് പറവടികളായിട്ട് നടന്ന് മലപ്പുറത്തെ സകല ഉസ്താദുമാരുടെയും കമിഴ്ന്ന് കിടന്ന് കൊതം കൊടുക്കുന്ന കഥയല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജൂതന്മാരുടെ കൊതത്തിന് നല്ല ഡിമാൻഡ് ഉണ്ട്. പക്ഷെ നിന്റെയൊക്കെ കൊതത്തിന് വരെ ഡിമാൻഡ് കൊണ്ടോടാ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടായവന്മാരെ. ഞാനിന്റെ മക്കളെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി കിടക്കുവാ കേരളത്തില്.
നീയൊക്കെ കൊതം കൊടുത്ത് നീയൊക്കെ കൊതം കൊടുപ്പുകാരന്മാരെന്റെ ലൈവിൽ വരുമ്പോഴാണ് കൊതത്തിന്റെ കഥ പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കൊതത്തിന്റെ കഥ പറയേണ്ടി വരത്തിലൂടെ കഴിവേറി മക്കളെ. നീയൊക്കെ വരുമ്പോഴേ കൊതവുമായിട്ടാണല്ലോ വരുന്നത് ഇതിനകത്ത് കയറി. എന്നാ നീ ഒന്നും വരാതിരിക്കുന്ന ഈ ലൈവിനകത്ത് കയറി? ഞാൻ അറിയാണ്ട് ചോദിക്കുക. കൊതം കൊടുപ്പുകാരന്മാർ കയറി ലൈവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊതത്തിന്റെ കഥ പറയാതെ പിന്നെ വേറെ നാട്ടിലെ വല്ല കഥയും പറയാൻ പറ്റുമോ? സകല കൊതം കൊടുപ്പുമാരന്മാർ ഇതിനകത്ത് കയറി വന്ന ഉടനെ അങ്ങ് തുറങ്ങും. ജൂതന്റെ കൊതത്തിന്റെ കഥ തിരക്കി. എടാ, ജൂതന്മാർക്ക് കൊതത്തിന്റെ ആവശ്യമില്ല. പണ്ട് നിന്റെയൊക്കെ സഹാബിമാർ, നിന്റെ കൊതമതിന്റെ ആൾക്കാർ മുഴുവനും കൊതം തിരക്കി നടക്കുകയായിരുന്നു ആണുങ്ങളുടെ. അപ്പം യഹൂദന്മാര് പറഞ്ഞു, അയ്യോ കൊതഭോഗം നടത്തല്ലേ, കൊതഭോഗം നടത്തിയാൽ കോങ്കണ്ണ് വരുമെന്ന് പറഞ്ഞു. കോങ്കണ്ണ് വരുമ്പോഴത്തേക്കും ഇവന്മാര് പറഞ്ഞേ, നമ്മുടെ കൊതമത് നബിക്ക് അറിയാത്ത കാര്യമാണോ യഹൂദന്മാർക്ക് അറിയാവുന്നത്? എന്നാ ഒരു കാര്യം ചെയ്യാൻ പോയി കൊതഭോഗം നടത്തി നമ്മുടെ കൊതമത് നബിയോട് പോയി ചോദിച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൊതമത് നബിയോട് പോയി ചോദിച്ചു, കൊതമത് നബിയെ ജൂതന്മാര് പറയുക കൊതഭോഗം നടത്തിയാൽ എന്ത് ചെയ്യും, എന്നെ കോങ്കണ്ണ് വരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും കൊതമത് നബി പറഞ്ഞേ, ഡോണ്ടിയാ, ജൂതന്മാർ കള്ളന്മാർ. കൊതം നമ്മുടെ സ്പെഷ്യൽ സാധനമാണ്. കൊതം നമ്മുടെ സ്പെഷ്യൽ സാധനമായതുകൊണ്ട് എന്ത് ചെയ്യണം, കൊതഭോഗം നടത്തിയേ പറ്റത്തോളെന്ന് പറഞ്ഞ് കൊതഭോഗത്തെ ഹലാലാക്കി കൊടുത്തവനാ നിന്റെ കൊതമത് നബിയുടെ മോനെ. കേട്ട കഴിവേറി മക്കളെ, കൊതമത് നബി എന്ന് പറഞ്ഞ നിന്റെ തള്ളാഹുവിന്റെ പ്രവാചകൻ, അവന്റെ പേരേ കൊതമ. കൊതം ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ അവന്റെ പാകിസ്ഥാനിലൊരു ടെക്നോളജി നടക്കുന്നുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നുണ്ട്. ആ കൊതം ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും പഠിച്ചിറങ്ങുന്നവന്മാരെ വെളിച്ചെണ്ണയിൽ എങ്ങനെ കൊതപ്രയോഗം നടത്താമെന്നും വെളിച്ചെണ്ണയിൽ എങ്ങനെ 2 കിലോ സ്വർണം 1 കിലോ സ്വർണം കയറ്റി ഇറക്കാമെന്നും ഒക്കെ അവിടെ പഠിപ്പിക്കുന്നത് മുഴുവനും. ആ പഠിപ്പിക്കലിന്റെ പാഠം ആ മദ്രസയിൽ ഓടി നടന്ന് കൊതത്തിന്റെ മക്കൾ കാട്ടിക്കൂട്ടുന്നത്. എപ്പോഴും കൊതത്തിന്റെ കാര്യം ഓർമ്മ വരുന്നതുകൊണ്ടാണ്. നിന്റെ കൊതമത് നബിയുടെ പേര് കൊതമെന്ന് കിടക്കുമല്ലേ, അപ്പൊ പിന്നെ എപ്പോഴും കൊതത്തിന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ ചെറ്റകളെ. പോയി ചോദ്യയുടെ ആമിനത്താത്തയാണ് മുത്തലി വിറ്റ പേരെന്താന്ന് പോയി ചോദ്യം, നിന്റെ ഉസ്താദുമാരോട് പോയി ചോദ്യര്. നമ്മുടെ പ്രവാചകൻ കുത്തുനബിക്ക് മുത്തലി വിട്ട പേരെന്താ എന്ന് പോയി ചോദ്യര്. പ്രവാചകൻ കുത്തുനബിക്ക് ഇട്ട പേര് കൊതം എന്നായിരുന്നു. മനസ്സിലായോ? ആ കൊതം എന്നുള്ള പേരിനെ പിന്നീടാണ് ആമിനത്താത്ത മുഹമ്മദ് എന്ന് മാറ്റിയത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിറാജുദ്ദീൻ സിറാജ്. ഓ, ആമിനത്താത്തയ്ക്ക് പൂറി എന്നാണോ പേര്? ആമിന അല്ലെന്ന് കേട്ടോ. സിറാജുദ്ദീൻ സിറാജ് പറയുകയാണ് ആമിനത്താത്തയ്ക്ക് പൂറി എന്നായിരുന്നു പേര്, ആമിന അല്ല റീന. തിരുത്തലുണ്ട്. കൊതമെന്ന് മുഹമ്മദിനെ തിരുത്തിയതുപോലെ ആമിനത്താത്തയ്ക്ക് പൂറി എന്നായിരുന്നു പേര്, കൊതമായിരുന്നില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് കൊതത്തിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ കാര്യം എളിപ്പേ. ജൂതന്മാരുടെ അണ്ടിയും ജൂതന്മാരുടെ കൊതവും തിരക്കി നടക്കുക. അതൊന്നും കിട്ടത്തില്ലടാ വിവരം കെട്ടവന്മാരെ. അതിനൊക്കെ വെറൈറ്റിയാ, അതൊക്കെ വില കൂടിയ സാധനങ്ങളാ. ജൂതന്മാരുടെ തീട്ടം വരെ അരിച്ചു വിറക്കി എടുത്തുകൊണ്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കി തൂറാന്ന് പറഞ്ഞ് നടക്കുന്ന പന്നികളല്ലേ, പന്നിവാണങ്ങളല്ലേ നീയൊക്കെ. നിന്റെയൊക്കെ മുമ്പില് ജൂതന്മാർക്ക് തീട്ടത്തിന് പോലും വിലയുണ്ടടാ വിവരം കെട്ടവന്മാരെ. അത്രയ്ക്ക് മാത്രം കോപ്പി ഇടിയാ നീയൊക്കെ, അത്രയ്ക്ക് മാത്രം. ജൂതൻ തൂറിത്തന്ന ആ തീട്ടം വരെ നീയൊക്കെ വിഴുങ്ങാൻ ഒരു മടിയില്ലാത്തവനാ. കാരണം അസൂയ മൂത്ത് കിടക്കുമല്ലേ. കാരണം അവര് റെയറാ. നിന്നെപ്പോലെ ഒന്നും പന്നികൾ പെറ്റിടുന്ന കണക്ക് പെറ്റിട്ട് ലോകത്ത് മുഴുവനൊന്നുമില്ല. 0.2% ഉള്ളൂ. അതിനെയൊക്കെ കിട്ടണമെങ്കിൽ തന്നെ വേണം, ഭാഗ്യം ചെയ്യണം. അതിനെ കിട്ടത്ത് പോലുമില്ല. എന്നാൽ കിട്ടണമെങ്കിൽ ഭാഗ്യവും ചെയ്യണം. അങ്ങ് ഇറങ്ങിയിരിക്കുക. പോടാ. ഒരു കാമാത്തിപ്പുര ഉണ്ടാക്കിയിരിക്കുന്ന വെടിപ്പുരയിലെ തള്ളാകും ഉണ്ട്. കൊതംഭോഗം മാത്രം നടത്താൻ അറിയാവുന്ന ഒരു കൊതമത് നബിയും ഉണ്ട്. ഇത് രണ്ടെണ്ണത്തെയും വെച്ചിട്ട് ഇവന്മാരെ ആള് കളിച്ചങ്ങ് ഇറങ്ങിയിരിക്കുക, നാട്ടുകാരെ മുഴുവനെയും. മനസ്സിലായോ? കാമാത്തിപ്പുരയിലെ വെടിപ്പുര, സോണാക്കാച്ചും കാമാത്തിപ്പുരയും കെട്ടിയിട്ടുണ്ട് 72 ഹൂറിമാര്. പോയി വെടിവെക്കുക, കൊല്ലുക, ചാകുക. ഇതെന്താ സിറിയയില് പൊട്ടിത്തെറിച്ചു. 25 എണ്ണത്തിനെയാ കൊന്നത് സിറിയയില് പൊട്ടിത്തെറിച്ച്. 38 എണ്ണത്തിന്. എന്തിനു വേണ്ടിട്ടാ? കാമാത്തിപ്പുരയിൽ പോവാൻ. സ്വർഗത്തിലെ കാമാത്തിപ്പുരയിൽ പോയി 72 ഹൂറിമാട് രാത്രി നേരത്ത് പൂജയിൽ ഡണ്ടക്ക്. ഇപ്പം കൊതമത് ആടിക്കൊണ്ടിരിക്കും അവിടെ കടന്ന്. അതിശയ രഹസ്യ വേളയിൽ ഡണ്ടക്ക്. സ്വർഗം നോക്കിക്കൊണ്ട് ഇവരുടെ സ്വർഗം എങ്ങനെയാ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് 72 ഹൂറിമാരെ കാമാത്തിപ്പുരയിലിട്ട് ഓരോ റൂമിലിട്ട് പോകിച്ചോണ്ടിരിക്കും സോണാ കാച്ചിക്കകത്ത് കടന്ന്. എന്നിട്ട് പാടും
കൊതമത് അവിടെ ഇരുന്നിട്ട് രാത്രി നേരത്ത് പൂജയിൽ ഡണ്ടക്ക് 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 രഹസ്യം അതിശയം കാണയിൽ ഡണ്ടക്ക് 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 ഡൺ ആ ആ ആനന്ദമേ ആ ആ എന്തുവാ അവിടുത്തെ ആരാധന ഇങ്ങനെയാ. സ്വർഗത്തിലെ കാമാത്തിപ്പുരയിൽ ആരാധന ഇതെയാ. ആ ആ ആരാധന ആ ആ സുഖവേദന എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ 72 കൂറിമാരെ വെച്ച് കാമാത്തിപ്പുരം നടത്തുന്ന ഒരു തള്ളാകുന്ന ദൈവവും പോയുള്ള നാണം കെട്ടവന്മാരെ ഈ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി എന്റെ കമന്റ് ബോക്സ് ഇവ നാറാതെ ചെറ്റകളെ. തള്ളാകൂന്ന് പറയുന്ന ഒരു തള്ളു കേസരിയും വെച്ചോണ്ട് അന്തിമ വിജയം തള്ളാകൂന്ന് പറഞ്ഞ് ഇപ്പോഴും നീയൊക്കെ പൊട്ടന്മാരെ പോലെ ആ തള്ളാകൂനെയും വിളിച്ചു നടക്കുന്നല്ലോ. നിന്നെയൊക്കെ സമ്മതിക്കണം. നിന്നെയൊക്കെ ഉളുപ്പില്ലാത്ത ഒരു സ്വഭാവം ഉണ്ടല്ലോ. കാമാത്തിപ്പുര കെട്ടിയിട്ട് നിനക്ക് സ്വർഗത്തിൽ 72 കൂറിയെ തരാമെന്ന് പറഞ്ഞവനെ ഇപ്പോഴും ദൈവം എന്നൊക്കെ വിളിച്ച് നീയൊക്കെ പ്രാർത്ഥിക്കുന്ന നിന്റെയൊക്കെ ഉളുപ്പുകേടിനെ. എടാ സിറാജെ പോയി സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വാടാ കമന്റ് ഇടാനായിട്ട്. വൃത്തികെട്ടവനെ. 72 ഊറിമാരും കാമാത്തിപ്പുരയും സോണാക്കാച്ചിയും ഈ മതത്തിനകത്ത് വേറെ എന്താ ഉള്ളത് പ്രിയ സഹോദരങ്ങളെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവന്മാരുടെ കൊത മതത്തിനകത്ത് കൊതഭോഗം, കാമാത്തിപ്പുര, വെടിപ്പുര, സകല വൃത്തികേടുകളും സകല ആഭാസവും നിറഞ്ഞ ഒരു മതത്തിനകത്ത് കിടന്നിട്ട് സുഖിച്ച് പൊളച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയ ഇവന്മാര്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെന്തോ വലിയ ആനക്കാര്യമൊന്നും സംഭവമൊന്നും പറഞ്ഞ് വീരം മുഴക്കിക്കൊണ്ട് നടക്കുന്ന ഇവന്മാരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തെങ്കിലും നല്ലതുണ്ടോ അതിനകത്ത്? എന്തെങ്കിലും നല്ലതുണ്ടോ ഇതിനകത്ത്? ഒന്ന് ചിന്തിച്ചു നോക്കി. ഇവന്മാരുടെ മതത്തിനകത്ത് എന്തോ. എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ജൂതനെ കണ്ട അപ്പച്ചോളും ജ്യൂസ് കുടിക്കരുത്, ജ്യൂസ് ജൂതൻ ജൂതൻ. എടാ നിന്റെയൊക്കെ നാവില് ജൂതന്റെ പേരെടുക്കാനുള്ള യോഗ്യത പോലും ഇല്ലടാ വിവരം കെട്ടവന്മാരെ. നീ അത്രയ്ക്കും തനി തീട്ടങ്ങളാടാ നീയൊക്കെ. അതും കൂടി മനസ്സിലാക്ക്. പിന്നെ ഇവിടെ വന്ന് ജൂതന് കൊതം കൊടുക്കുന്ന കഥയോ ജൂതന് കുണ്ടി കൊടുക്കുന്ന കഥയും ജൂതന് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും വേണം ഒരു ഭാഗ്യം. അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ, അങ്ങനെ വല്ല സംഭവിക്കുകയാണെങ്കിൽ, മനസ്സിലായോ? അങ്ങനെ ജൂതൻ കണ്ട പെണ്ണുങ്ങളുടെ കുണ്ടിയും കൊതവും തിരക്കി പോകുന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും ജൂതന്മാരെ കൊണ്ട് നിറഞ്ഞേനെയായിരുന്നു. പക്ഷെ ദൂതന്മാർ തനി തങ്കങ്ങളായതുകൊണ്ട് അവന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അവന്മാരുടെ ഭാര്യമാരൊക്കെ ഉണ്ട്. അത് ധാരാളം. മനസ്സിലായോ? പക്ഷെ നമ്മുടെ തുലുക്കന്റെ മക്കൾ അങ്ങനെയല്ലല്ലോ. ലോകം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന എന്തുകൊണ്ടാ? കണ്ട കുണ്ടികളും കണ്ട കൊതവും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓടി നടന്ന് ഭോഗിക്കാൻ നടക്കുന്നത് കൊണ്ടാ. മനസ്സിലായോ? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓടി നടന്ന് ഭോഗിക്കാൻ നടക്കുന്നത് കൊണ്ടാ ലോകം മുഴുവനും തുലുക്കന്മാരെ കൊണ്ട് നിറഞ്ഞു നടക്കുന്നത്. ജൂതന്മാരെ എവിടെയെങ്കിലും നിറഞ്ഞു കിടക്കുന്നുണ്ടോ? അവർക്ക് അന്തസ്സായിട്ട് ഭാര്യമാരുണ്ട്. അതിൽ ധാരാളം മതി. ഇനി അഥവാ ഏതെങ്കിലും ഒരു ജൂതന് ഒരു പെണ്ണിനെ അല്ലാതൊരു പെണ്ണെ കിട്ടാറുണ്ടെങ്കിൽ അവൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതിയായിട്ട് വിചാരിക്കും. മനസ്സിലായോ? ഒരു ജൂത സ്ത്രീ അല്ലാത്തൊരു പെണ്ണിനെ അവൻ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ പോലൊരു ഭാഗ്യവതി ഈ ലോകത്ത് ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലുള്ള ആനന്ദമായിരിക്കും അവക്കുണ്ടാകുന്നത്. പറഞ്ഞ മനസ്സിലായോടാ കൂതറകളെ? എന്നാ ഓട് കണ്ടം വഴിക്ക് കോയകളെ. എന്റെ പേജി വന്ന് കിടന്ന് കരയാതെ. ഇവിടെ വന്ന് കരഞ്ഞാ നിങ്ങളുടെ പകരം നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കും. നിങ്ങളെക്കാളും കൂടുതൽ കരയുന്നത് ആകാശ മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് നിന്നെ കൊണ്ടാക്കിയിട്ട് തള്ളാഹു എന്ന് പറഞ്ഞ് ആ കള്ളവെടി തള്ളാഹുക. റോയി അബ്രഹാമേ ചെല്ല് മോനെ ചെല്ല്. മുഹമ്മദ് കൊതമത് നബിയോട് പോയിരുന്ന് പ്രാർത്ഥിക്ക് കേട്ടോ. കൊതമത് നബിയോട് പോയിരുന്ന് പ്രാർത്ഥിക്കും മോനെ. ചെല്ല്. ഓക്കെ. അതുകൊണ്ട് എന്നോട് മുട്ടാനും കളിക്കാനും വരരുത്. അതും കൂടി ഞാൻ പറഞ്ഞേക്കുക. ഓക്കെ. അപ്പൊ ശരി സഹോദരങ്ങളെ, ഇവിടെ എല്ലാവരും സമാധാനമായി. യുദ്ധമൊന്നും അവസാനിച്ചിട്ടില്ല. യുദ്ധം ഇനിയും നടക്കും. അവന്റെ കൊമേനിയുടെ കൊതം പൊളിച്ചു തരുന്നവരേക്കും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ടേ ഉണ്ടായതുള്ളൂ യുദ്ധം. ഷിഹാബ് അലി ഡോണ്ടിയ ചെല്ല്. സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്ന് തൻ്റെ ഇടമുള്ള ആണിനെ പോലെ എന്നോട് ഒറ്റയ്ക്ക് മുട്ടാൻ വാ.
അല്ലാതെ ഇങ്ങനെ വന്ന് കിടന്ന് കരയരുത്. മനസ്സിലായോ? സൺഡേയുടെ മുള്ള ആണിനെ പോലെ, നല്ല ആണിനെ പോലെ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് എന്നോട് വന്നിട്ട് സംസാരിക്കുക. അല്ലാതെ ഇങ്ങനെ ഒളിച്ചും പാത്തും കള്ള പ്രൊഫൈലുകൾ ഇട്ട് ഈ കള്ളന്മാരെ പോലെ കറങ്ങി നടക്കാതെ വിവരം കെട്ടവന്മാരെ. റഫീഖ് TP ആഹാ, അവസാനം ഞാൻ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോഴെന്നെ ഏറി കയറ്റിട്ടേ പോകാവേ എന്നുള്ളൊരു അപേക്ഷയുമായിട്ട് റഫീഖ് TP വന്നിട്ടുണ്ട്. നിന്റെ ഉമ്മയുടെ ഗോതം പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ടേ അതിനെ ചികിത്സിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഫീഖ് TP ഇറാൻ ഇന്നലെ വിട്ട മിസൈലിന് അത് വെളുപ്പിലെ കുറെ മിസൈൽ ഇറാൻ വിട്ടായിരുന്നു. അത് നേരെ വന്ന് നിന്റെ ഉമ്മയുടെ ഗോതത്തിനകത്തോട്ടാ കയറി, അതങ്ങ് പൊളിഞ്ഞു കിടക്കുക. അതിനൊന്ന് ചികിത്സിക്കാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇവിടെ ഇരുന്നുകൊണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഉമ്മ ചത്തില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക നിന്റെ ഉമ്മ. അപ്പൊ ഈ ചത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ചെല്ലേ ആ കോതം ഒന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ നോക്ക്. നിന്റെ ഉമ്മയുടെ കോതം ഉമ്മ അവിടെ നിലവിളിക്കുക. മനസ്സിലായോ? ഓട് കഴുതി കണ്ടം വഴിക്ക്.